പൂരത്തെ സംബന്ധിച്ച് ഒരിക്കലും തൃശ്ശൂർക്കാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ വേദനാജനകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അതിൽ ഇടപെട്ടതും അതുപോലെ അതിന് കാരണക്കാരവരെ സംബന്ധിച്ചും ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു. പൂരത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നല്ല പൂരപ്രണയി എന്ന രീതിയിൽ VS സുനിൽകുമാർ എന്ത് പറയുന്നു എന്നുള്ളത് തൃശ്ശൂർക്കാരെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. അതെനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്രാവശ്യം പൂരം വരുന്നത് ഏപ്രിൽ മാസം 26-ാം തീയതിയാണ്. പൂരം ഭംഗിയായി നടത്തണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നടത്തണം. കാരണം ഞാനിനി അന്നുണ്ടായിട്ടുള്ള ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ ഇനി ഞാൻ തയ്യാറല്ല. ഇനി അതിന്റെ പിറകെ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്ന ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ പല കാര്യങ്ങളിലും അങ്ങനെയല്ല. പൂരത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇനിയൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. തൃശ്ശൂർ പൂരം എന്ന് പറയും നമ്മുടെ എല്ലാവരും കൂടി പൂരമാണ്. അപ്പോൾ ആ പൂരം ഇനി തടസ്സങ്ങളില്ലാതെ നല്ല വെടിക്കെട്ടും നല്ല മേളവും നല്ല പരിപാടികളുമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വീണ്ടും ആഘോഷിക്കാനും ആചരിക്കാനും കഴിയുന്ന വിധത്തിലേക്ക് 2026 പൂരത്തെ മാറ്റുക എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ.